ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൽ. അങ്ങ് ആ കാണുന്നതാണ് ബംഗ്ലാദേശ്. ഇത് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ്, ഈ ഒരു ഭാഗം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യ ബംഗ്ലാദേശ് നിൽക്കുന്ന ഒരു ഭാഗം. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ ഭാഗത്താണുള്ളത്. ആ കാണുന്ന ഭാഗം ഇന്ത്യ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ ജയ്ഷൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇന്ത്യൻ്റെ ബോർഡറിലേക്ക് പോണ്, ബാനാപോളിലേക്ക്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ജയ്ഷോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ബംഗ്ലാദേശിൽ തന്നെ ഇവിടെ ബംഗ്ലാദേശിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ബോർഡറിലേക്ക്, ബാനാപോളിലേക്ക്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് ഏകദേശം 38 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ കോക്സ് ബസാർ ഞാൻ അവിടെ വന്ന് ബസ് ഇറങ്ങിയതാണ്. ഇനി ഇവിടുന്ന് വേറെ പോകണം ബസ്സിന്. ഇത് ഇവിടുത്തെ ഒരു ബൈക്കിൻ്റെ മുകളിൽ അവൻ്റെ RC ബുക്കാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പം ഞാനിവിടുന്ന് ബസ് കയറിയിട്ടുണ്ട്. 150 ദാക്കയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാർജർ വാങ്ങിയിട്ടുള്ളത്. ഏകദേശം 38 കിലോമീറ്ററാണ് ബാനാപോളിലേക്കുള്ളത്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്ക്. ഇപ്പം ബാനാപോളിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ബസ് സ്റ്റാൻഡാണിത്. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നടന്നു പോകുന്ന ഭാഗങ്ങളുടെ ഇവിടെ ഇനി കുറച്ച് ഫോർമാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ടാക്സ് അടക്കലും പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് സീലടിക്കലും ഒക്കെ ഇനി ഇവിടെ കുറച്ച് കലാപരിപാടികളുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് കയറിയ ബസ് ഇപ്പോൾ സമയം 1.25 മണിക്കൂർ എടുത്തിക്കുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം. ഇതാണ് കിലോമീറ്റർ. ഇത് ഇവിടുന്ന് ജയ്ഷോറിലേക്ക് ഞാൻ കയറിയ അവിടേക്കുള്ള ദൂരമാണ്. ഇവിടുന്ന് ധാക്കയിലേക്ക് 210 കിലോമീറ്റർ ഉള്ളത്. ഇവിടുന്ന് കൽക്കട്ടയ്ക്ക് 85 കിലോമീറ്റർ, ഡൽഹിക്ക് 1541 കിലോമീറ്റർ ഉള്ളത്. ഇവിടുന്ന് സ്വല്പം ഉണ്ട്. ഇനി നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറിലും എത്തും. ഇനി ആ ബോർഡറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ജസ്റ്റ് ഒരു വേലിയിട്ടിട്ടുണ്ട് ഇവിടെ. ഇനി ഈ ഒരു ഭാഗം അങ്ങോട്ട് കടന്ന് പിന്നെ അവിടുന്ന് ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം. ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് അവിടെ ഞാൻ വീഡിയോ എടുക്കുന്നതല്ല. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൻ്റെ എമിഗ്രേഷൻ ഭാഗത്താണ്. ഈ ഒരു ബാങ്കിൽ നമ്മൾ 1000 ദാക്ക ടാക്സ് കെട്ടണം. അത് ബംഗ്ലാദേശുകാർ കെട്ടണം, ഇന്ത്യക്കാരും കെട്ടണം. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്ക് കടക്കാൻ ബംഗ്ലാദേശ് ഗവൺമെൻറ് മേടിക്കുന്ന കാശാണ്. അതിനിങ്ങനത്തെ ഒരു റെസീറ്റ് വരും. 1000 എഴുതിയിട്ടുള്ള ഒന്നുണ്ട്. പിന്നെ ഇതേപോലെ വേറൊരു റെസീറ്റ് അതുണ്ട്. അതിന് പുറമെ ഈ ഒരു 3 ഉണ്ട്. ഇതും കൂടി കിട്ടിയെങ്കിലും നമ്മൾ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിക്കുക അവർ. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവിടുന്ന് എക്സിറ്റൊക്കെ അടിച്ച് പാസ്പോർട്ടിൽ ഇപ്പോൾ ഇന്ത്യൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇന്ത്യൻ്റെ എമിഗ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ വരി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൽ. അങ്ങ് ആ കാണുന്നതാണ് ബംഗ്ലാദേശ്. ഇത് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ്, ഈ ഒരു ഭാഗം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യ ബംഗ്ലാദേശ് നിൽക്കുന്ന ഒരു ഭാഗം. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ ഭാഗത്താണുള്ളത്. ആ കാണുന്ന ഭാഗം ഇന്ത്യ. ഈ പച്ച കാണുന്ന ഇതാണ് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ്. ഇതിങ്ങനെ ഒരു ഗാലറി ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇതൊരു റോഡാണ്. ഇത് ഇന്ത്യൻ്റെ ഭാഗത്ത്. ഇത് ഇൻ്റർനാഷണൽ പാസഞ്ചർ ടെർമിനൽ. ഇവിടെ ബംഗ്ലാദേശിൻ്റെ കസ്റ്റംസിൻ്റെ ഏരിയ ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഗേറ്റ് കടന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇത് വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് കടക്കുകയാണ് വണ്ടി. കണ്ടല്ലോ, ഇത് വലിയൊരു ലോറി ഈ ഒരു ഗേറ്റ് കടന്നിട്ട് ഇത് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ് കടന്ന് ഇനി ഇന്ത്യയും ബംഗ്ലാദേശും കൂടിയിട്ടുള്ളൊരു ഭാഗത്താണ് ഈ ഒരു കുറഞ്ഞൊരു ഏരിയ ഉള്ളത്. അവിടെ ഇന്ത്യക്ക് ഇരിക്കാനൊരു ഗാലറി ഉണ്ട്, ബംഗ്ലാദേശിൻ്റെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗാലറി ഉണ്ട്. ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ ഇതാണ് ഒരു ഗാലറി ബംഗ്ലാദേശിലേക്ക് ഇരിക്കാനുള്ളത്. ഇതിലെ അങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ്റെ ബോർഡറാണ് ഇപ്പോൾ അങ്ങോട്ട് കിടക്കുന്നത്. ഈ വരി നിൽക്കുന്നവരൊക്കെ ഇന്ത്യൻ്റെ എമിഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാനിവിടെ ഈ ഗാലറീൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, നല്ല വെയിലുണ്ട്. ഇതാണ് ഒരു ഗേറ്റ്. ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള ഗേറ്റാണ് ഈ ഗേറ്റ്. ഇതുണ്ടല്ലോ അത്യാവശ്യം വരിയുള്ളത്. ഈ ഒരു കൊടി വെച്ച ഇന്ത്യൻ്റെ കൊടിയുള്ള ഭാഗമാണ്. ഇവിടെയാണ് ഇന്ത്യൻ്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഭാഗം.
ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൻ്റെ എമിഗ്രേഷൻ എക്സിറ്റ് സീൽ അടിച്ച് കഴിഞ്ഞ ശേഷമുള്ള നമ്മൾ ഇവിടേക്ക് എത്തുക. ഇതിപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഗാലറിയിൽ ഞാൻ ഇരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാഹനങ്ങളൊക്കെ പോകുന്ന കാണാം. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നിങ്ങനെ കാണാം. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ ഗാലറിയിലാണ് ഇരിക്കുന്നത്. ഇനി അത്യാവശ്യം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. അന്ന് പോയ സമയത്ത് രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഇത് ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഉള്ളത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കടന്ന് അവിടുന്ന് പിന്നെ കൽക്കട്ടയ്ക്ക് പോകേണ്ടതാണ്. ഇവിടെ കുറേ റൂൾസും റെഗുലേഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പം സമയം 3:15. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ എമിഗ്രേഷൻ സീലൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. 3 മണിക്കൂറാണ് ഇവിടെ തെക്ക് സമയം ആയിട്ടുള്ളത്. ഇത് പുതിയ എമിഗ്രേഷൻ ഓഫീസ് ഇന്ത്യൻ്റെ ഉണ്ടാക്കുകയാണ്. നല്ല അടിപൊളി ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ ഭാഗത്ത് എത്തിക്കുന്നത്. ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് പെട്രാപോൾ എന്നാണ് പറയുക. ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്ക് ബേനാപോൾ എന്നാണ് പറയുക. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് പോകണം. ഇവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് ഒരു 6 കിലോമീറ്റർ ദൂരമുള്ള. അവിടുന്ന് പിന്നെ കൽക്കട്ടയിലേക്ക് എത്തണം. കൽക്കട്ടയിലേക്കല്ല പോകേണ്ടത്, കൽക്കട്ടൻ്റെ മുമ്പ് വേറെ സ്റ്റേഷനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് പോകുന്ന റോഡാണ്. ഇതിലാണ് വാഹനങ്ങളൊക്കെ പോകൽ, ഈ റൂട്ട് കൂടി. അങ്ങ് ദൂരെ കാണുന്ന ആ ഭാഗമാണ് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ കിടക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ബംഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഷെയറിങ് ഓട്ടോ ആണ് ഇവിടുന്ന് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇനി പുതിയ എമിഗ്രേഷൻ ഓഫീസ്. ഇപ്പോൾ ഉള്ളത് ആകെ ഒരു ജായി കൺജസ്റ്റഡ് ഏരിയയിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഫുള്ളായിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ബംഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബംഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സീൽദ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അത് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട്. പിന്നെ ഏകദേശം 100 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. പിന്നെ ബൈ റോഡ് പോവുകയാണെങ്കിൽ 3 മണിക്കൂറിൻ്റെ സമയമെടുക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 രൂപയാണ് ഒരാളോട് ഷെയറിങ് വാങ്ങുന്നത്. ബംഗോൺ ടൗണാണ് ഈ കാണുന്നത്. സീൽദ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടേക്കാണ് ഞാൻ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ഇതാണ് ബംഗോൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ എത്തിക്കുന്ന ട്രെയിനിൽ കയറി ഒരു പാട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ കേട്ട് നമുക്കങ്ങനെ പോവാം. ഇപ്പോൾ സമയം 5:25. അപ്പോൾ നമ്മൾ സീൽദ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റേഷൻ്റെ പുറത്തെത്തിക്കുന്നത്. ഇനി ഞാൻ സിലിഗുരിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവിടേക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട് ഒരു ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബംഗ്ലാദേശ് എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.